ഫാഷൻ ലോകത്ത് അലയൊലികൾ തീർക്കാൻ പരമ്പരാഗത സൗന്ദര്യ സങ്കല്പങ്ങൾ വേണം എന്നൊരു ധാരണയുണ്ട്. തെറ്റാണ്, തെറ്റിദ്ധാരണയാണ്. റാമ്പിൽ തരംഗങ്ങൾ തീർക്കാൻ വേണ്ടത് ആത്മവിശ്വാസമാണ്, ഒപ്പം കരുത്തുറ്റ മനോഭാവവും. എങ്ങനെയാണ് റാമ്പിൽ കരുത്തുറ്റ ഈ മനോഭാവങ്ങൾ തരംഗങ്ങൾ തീർക്കുന്നതെന്ന് കാണണ്ടേ? കണ്ടുനോക്കാം. നിറങ്ങളും പുതുമയും തീർക്കുന്ന കഥകളാണ് JD ഡിസൈൻ അവാർഡ് നിശയിൽ കാഴ്ചകളായി നിറഞ്ഞത്. യുവ ഡിസൈൻ വിദ്യാർത്ഥികളുടെ ഫാഷൻ ചിന്തകൾക്ക് അനുസൃതമായി മോഡലുകൾ റാമ്പിൽ ചുവടുവെച്ചു. ഇടവേള അഥവാ താൽക്കാലിക വിരാമം എന്നൊരു പ്രമേയമായിരുന്നു വിദ്യാർത്ഥികൾക്ക് നൽകിയത്. JD ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി ഒരു 36 വർഷം പാരമ്പര്യമുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ എല്ലാ വർഷത്തെയും സ്റ്റുഡൻസിന് വേണ്ടിയിട്ട്, ഗ്രാജുവേഷൻ ചെയ്യുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് നമ്മൾ അവതരിപ്പിക്കുന്ന പ്രോഗ്രാമാണ് JD ഡിസൈൻ അവാർഡ്സ്. Every year they have been given a challenge to work on a certain concept. Mainly basically it's about design solutions, and that is what we are showcasing today, and they are graduating designers. So this year what we have been seeing all around the world, that everybody is in a hurry, everybody has some or the other places to reach fast. So we encourage our designers to take a pause where you take a step back and think about it, that existing designs, how it can be more enhanced and how it can be more design solution. റോമൻ ചാരുതയിലണിഞ്ഞ അറോറ ഓഫ് വാലർ, മരുഭൂമിയിലെ ജീവിതവും മിനിമലിസവും ഉൾക്കൊണ്ട മിലയിലെ കേരളീയ നാടോടി കഥകളും മാതൃശക്തിയും കോർത്തിണക്കിയ മാതൃവേദ, സർക്കസ് പ്രചോദിതമായ മാജിക് ഓഫ് ഡ്രീംസ് എന്നിവയാണ് ആദ്യം റാമ്പിലെത്തിയത്. പാസ്റ്റൽ നിറവും ചക്രങ്ങളും സമ്മേളിക്കുന്ന പ്രിസ്മാറ്റിക് സോൾ, കഥകളിയുടെ ഊർജ്ജസ്വലത പടർത്തുന്ന ആട്ടം, ഡെനിമിൽ ക്യൂബിസ്റ്റ് രൂപകൽപ്പനയുമായി മോണോക്രീറ്റ, അമൂർത്ത ആശയങ്ങൾക്ക് നിറം കൊടുത്ത സെലഷ്യൽ എനിഗ്മ, ജാപ്പനീസ് മോട്ടിഫുകളുടെ ക്രിംസൺ കറ്റാന എന്നിവ തുടർക്കാഴ്ചകളായി. This is 9th year for us. This year we have 19 collections who are showcasing fashion talents, and 7 interior designers and 2 jewelry designers. We are very proud because they have put up their hard work for 6 months. കടൽക്കൊള്ളക്കാരുടെ പ്രമേയമുള്ള ട്രഷർ ത്രെഡ്സ്, നാടോടി കഥകൾ നിറഞ്ഞ ഷാഡോ ബോൺ, കാൽബലിയ നൃത്തം പ്രചോദിതമായ സർപ്പന്റൈൻ തുടങ്ങി വിവിധ മാതൃകകൾ ഡിസൈനിലൂടെ കഥകൾ പറഞ്ഞു. അങ്ങനെ ഈ ആഴ്ചയിലെ സെൻട്രൽ മാഗസിൻ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ആഴ്ച പുതിയ കാഴ്ചകളും പുത്തൻ വിശേഷങ്ങളും കൂടുതൽ അനുഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി പറയുന്നതിന് മുമ്പ് എല്ലാവർക്കും പൊന്നിൻ ചിങ്ങപ്പുലരിയുടെ സുവർണ സുരഭില ആശംസകൾ. നന്ദി, നമസ്കാരം.